അൻവറിനെ പറ്റി അത്ര ആത്മവിശ്വാസം പറഞ്ഞല്ലോ. അൻവറിന്റെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം പോലും അൻവർ ഇത്തവണത്തെ വോട്ടായിട്ട് കിട്ടില്ല. അല്ല, ഞാൻ ചർച്ചയ്ക്ക് പോയതല്ല എന്നും ഞാൻ എന്ത് പറയാൻ പോയതാണെന്ന് ഒരു മാധ്യമ സമ്മേളനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ പി വി അൻവറിനെ കാണാൻ പോയതിനെ കോൺഗ്രസ് പാർട്ടി വിമർശിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം. കാരണം ഒരു അത് ക്ലോസ്ഡ് ചാപ്റ്റർ ആണെന്ന് പറയുന്നത്. പക്ഷേ CPM 9 കൊല്ലക്കാലം ഞങ്ങളുടെ കടന്നൽ രാജ എന്ന് പറയുന്ന ആളെ കാണാൻ പോയത് എന്തോ ഒരു ഗോപ്യമായ ഏർപ്പാടാണെന്ന് CPM തന്നെ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നിങ്ങൾ 9 കൊല്ലക്കാലം പൂവിട്ട് പൂജിച്ച ആളെ കാണാൻ പോലും കൊള്ളരുതാത്തവനാണ് എന്ന് നിങ്ങൾ ഒന്ന് പറയട്ടെ. അങ്ങനെ വേണ്ട. ഞാനൊരു മറുപടി പറയുകയല്ലേ. ഞാനൊരു മറുപടി പറയുമ്പോൾ അത് കേട്ടതിന് ശേഷം ദേശാഭിമാനിയുടെ കൈരളിലേക്ക് ചോദ്യത്തിന് മറുപടി പറയും. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം ചോദിക്കല്ലേ. അപ്പോ അത് മനസ്സിലാക്കാം. പിന്നെ അങ്ങയുടെ ചോദ്യം അതൊക്കെ ആരെങ്കിലും ഗൗരവത്തിലെടുക്കൂ. ശ്രീ VD സതീശൻ ഈ മുന്നണിയുടെ അഭിമാനമായി തന്നെ അദ്ദേഹം തന്നെ ഈ മുന്നണിയെ നയിച്ചു മുന്നോട്ട് തന്നെ പോകും. അങ്ങനെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ടീഷൻസിനല്ല. അപ്പൊ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു, പിണറായിസത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ വരാം. അതല്ല, പിണറായിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തെ, പിണറായിസം എന്ന് പറയുന്ന ആശയത്തെ ഒറ്റുകൊടുക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെങ്കിൽ അതിനെയും ഞങ്ങൾ തോൽപ്പിക്കും. പിണറായിസം എന്ന് പറയുന്ന വ്യവസ്ഥിതി, ഈ നാടിനെ നശിപ്പിക്കുന്ന പിണറായിസം എന്ന് പറയുന്ന വ്യവസ്ഥിതിയെ എതിരെ നിന്നാൽ അദ്ദേഹത്തിന് കൂട്ട്. അതിനൊരു സേഫ്റ്റി വാൽവായി എന്ന ആ വോട്ടുകളെല്ലാം ഇങ്ങോട്ട് കിടക്കട്ടെ എന്നൊരു സേഫ്റ്റി വാൽവാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെയും ഞങ്ങൾ തോൽപ്പിക്കും. ഇങ്ങോട്ട് ഡിമാൻഡ്സ്, UDF-നോട് ഡിമാൻഡ്സ് പറയാൻ അങ്ങനൊന്നുമില്ല. UDF ആകെ കേൾക്കുന്ന സമ്മർദ്ദം, UDF ആകെ കേൾക്കുന്ന ഡിമാൻഡ്സ് അത് ജനങ്ങളുടേത് മാത്രമാണ്. ജനങ്ങളുടെ ഡിമാൻഡ്സ് ഞങ്ങൾ കേൾക്കും. അല്ലാതുള്ള ഒരാളുടെയും ഡിമാൻഡും ഒരാളുടെയും സമ്മർദ്ദവും കേൾക്കാൻ പോകുന്നില്ല. അന്നത്തെ ചർച്ചയിലും അദ്ദേഹത്തിന് ഡിമാൻഡ്സിനെ പറ്റിയല്ല സംസാരിച്ചത്. അദ്ദേഹത്തോട് അന്ന് സംസാരിച്ചത് പിണറായിസ വിരുദ്ധ നിലപാടുകളിൽ അങ്ങ് ഉറച്ചു നിൽക്കണം, അങ്ങ് അതിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത്, അങ്ങയുടെ ട്രാക്ക് തെറ്റരുത്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ക്ലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഒരു സമ്മർദ്ദത്തിനും ഒരാവശ്യത്തിനും മുന്നിൽ നിന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം ഒരു സേഫ്റ്റി വാൽവ് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പിണറായിസത്തിനെതിരായിട്ടുള്ള മുന്നേറ്റത്തെ ഒറ്റുകൊടുക്കുവാനാണ് അദ്ദേഹത്തിന് ശ്രമിക്കുന്നതെങ്കിൽ പിണറായിസത്തെ തോൽപ്പിക്കും, അദ്ദേഹത്തെ തോൽപ്പിക്കും. നമ്മൾ 9 വർഷക്കാലം CPM-ന്റെ MLA ആയിരുന്ന ഒരാള് 9 വർഷക്കാലം കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞ പിണറായിസം എന്ന് പറയുന്ന ഒരു വലിയ ദുർഭൂതമുണ്ട്. ആ ദുർഭൂതത്തിനെതിരായി അതിന്റെ പലതരം വിക്ടിംസാണ് ഞങ്ങളെല്ലാവരും, ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ. അതിൽ അദ്ദേഹം എടുത്ത നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കരുത് എന്നാണ് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞത്. ആ ക്ലാരിറ്റിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതല്ല, അതിനെ ഒറ്റുകൊടുക്കുവാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെങ്കിൽ അതിനെയും തോൽപ്പിക്കും. ശ്രീ M. സ്വരാജാണോ? അത് M. സ്വരാജിനോട് ചോദിക്കൂ. ഈ നാടിനെ അധിക്ഷേപിച്ച ഈ നാട്ടിലെ ആ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി തന്നെ അതേ സംബന്ധിച്ച് ഇവിടെയുള്ള ഒരു മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞ മറുപടിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. അപ്പോ അത് നിങ്ങൾക്ക് വ്യക്തമാകുന്നില്ലെങ്കിൽ അത് കൈരളിയുടെ മാത്രം പ്രശ്നമാണ്, അത് മറ്റാരുടെയും പ്രശ്നമല്ല. അത് വ്യക്തമായി ഈ മണ്ഡലത്തിലെ വോട്ടർമാരോട്, മലപ്പുറം ജില്ലയിലെ ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോട്, മലയാള ഭാഷ മനസ്സിലാകുന്നവരോട് മലയാളത്തിൽ പറഞ്ഞു. ഞാൻ കൈരളിയോടും ദേശാഭിമാനിയോടും വളരെ സ്നേഹത്തോടു കൂടി കാര്യം പറയാം. നമ്മൾ ഈ കുമ്പളങ്ങി നൈറ്റ്സിൽ പറഞ്ഞിരുന്നതുപോലെ എന്തെല്ലാം ചെയ്തിട്ട് കൊണ്ട് മെനയാകുന്നില്ലോ സജി എന്ന് പറയുന്ന അവസ്ഥ ഒന്ന് പറയട്ടെ. അതായത് നിങ്ങളാവുന്ന മുസ്ലിം ലീഗിനെ നന്നായി പ്രകോപിപ്പിക്കാനും എന്നാ ഒന്ന് വീഴ്ത്താനും ഒക്കെ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ലീഗിനെ പറ്റി ധാരണയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുമ്പോൾ അത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ല, ലീഗിന്റെ സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്ന ഒരു ആ പാർട്ടിക്ക് ലിറ്റ്മസ് ടെസ്റ്റ് നടത്താനൊന്നും PV അൻവറിനെ നിർത്തിയ ഒരു CPI-ക്കാരന്റെ കണ്ണീര് വീഴ്ത്തിയ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ മുഖപത്രത്തിനും അതിന്റെ ചാനലിന് കഴിയില്ല. ഏറനാടിന്റെ ചരിത്രത്തിലൊക്കെ പോട്ടെ, ഈ മണ്ഡലത്തിൽ PV അൻവറും കൂടെ മത്സരിക്കാൻ വരുമ്പോൾ CPI എന്ത് നിലപാടെടുക്കും നമുക്ക് കാണട്ടെ. കാരണം ഇതേ PV അൻവർ പറയട്ടെ, മറുപടി പറയട്ടെ. ഇതേ PV അൻവർ ഏറനാട്ടിൽ മത്സരിച്ചപ്പോ, സ്വതന്ത്രമായി മത്സരിച്ചപ്പോ ഒരു പാവപ്പെട്ട CPI-കാരൻ അല്ലേ, ഒരു പാവപ്പെട്ട CPI-കാരന് 2000 വോട്ട്, ബാക്കി മുഴുവൻ വോട്ടും ആ പാവപ്പെട്ടവനെ ബലിയാടാക്കിയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി ചെയ്തു കൊടുത്തു. അതിന്റെ കടം CPI നിലമ്പൂരിൽ വിട്ടു. നോക്കിക്കോ നിങ്ങൾ. മാത്രമല്ല കൈരളിക്കാരോട് ഒറ്റ കാര്യം കൂടി, പാണക്കാട് തങ്ങൾ അല്ലല്ല, ഒരു മിനിറ്റ്, പാണക്കാട് തങ്ങൾ യോഗി ആദിത്യനാഥാണ് എന്ന് പറഞ്ഞത്
നിങ്ങളുടെ CPM-ന്റെ പാർട്ടി സെക്രട്ടറിയാണ് അല്ലേ? യോഗി ആദിത്യനാഥിനെ പോലെ പാണക്കാട് തങ്ങളെ ഉപമിച്ച ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ വേറെ ഇല്ല. അങ്ങനെ ആൾ കേരളത്തിൽ വേറെ ഇല്ല. അപ്പൊ അതുകൊണ്ട് പാണക്കാട് തങ്ങളുള്ള സ്നേഹമൊക്കെ ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് മനസ്സിലാവും. അത് കൈരളിക്കാരൻ മനസ്സിൽ വെച്ചാൽ മതി. കേട്ടില്ല. നിസ്സാരമായി തോൽപ്പിക്കാന്നല്ല, ഒരാളുടെ വോട്ട് കൂടെ കൂടുതൽ കിട്ടിയാൽ നിങ്ങൾക്ക് വിഷമുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ വോട്ട് കൂടെ കൂടുതൽ കിട്ടിയാൽ നിങ്ങൾക്ക് വിഷമുണ്ടാവും. ഞങ്ങൾക്ക് വിഷമില്ലെന്ന്. ഞങ്ങള് ഒരാളുടെ കൂടെ കൂടുതൽ വോട്ട് കിട്ടിയാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഒരാളുടെ കൂടെ കൂടുതൽ വോട്ട് കിട്ടിയാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ പിണറായി സത്തിനെതിരായിട്ട്. ഇനിയും അതൊന്നുമില്ലേലും ജയിക്കും. അതൊന്നുമില്ലേലും ആധികാരികമായ ഭൂരിപക്ഷത്തിൽ, നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ ഞങ്ങൾ ജയിക്കും. അതിനകത്തൊന്നും തർക്കം വേണ്ട. അദ്ദേഹം പിടിക്കുന്ന, ഞാനിത് അദ്ദേഹത്തെ കാണുന്നതിന് മുൻപും ശേഷവും എല്ലാം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പിടിക്കുന്ന ഓരോ വോട്ടും CPM-ന് തലവേദനയാകും. LDF റിബലാണല്ലോ. LDF-ന് 2 കാൻഡിഡേറ്റ് അല്ലേ? LDF-ന്റെ സിറ്റിംഗ് MLA കാൻഡിഡേറ്റ് ആണ്. LDF-ന് വേറെ സ്ഥാനാർത്ഥിയാണ്. കേട്ടില്ല. അതായത് അൻവർ പിടിക്കുന്ന വോട്ട് ഞാൻ ചോദിക്കുന്നത്, അൻവർ പിടിക്കുന്ന ഒന്നാമത്തെ വോട്ട് തൊട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആർക്ക് കിട്ടിയതാണ്? കോമൺ സെൻസ് വെച്ച് ആലോചിച്ചു. അൻവർ പിടിക്കുന്ന ഒന്നാമത്തെ വോട്ട് തൊട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ന് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടല്ലേ? ആ വോട്ടിനകത്ത് എങ്ങനെയാ? ആ വോട്ട് കുറഞ്ഞാൽ അത് CPM-നെയാണ് ഒന്നാമതായി ബാധിക്കുക. CPM-നെ തന്നെയാണ് ബാധിക്കുക. ഇനി ആ വോട്ടില്ലാതെയും ഞങ്ങൾ ജയിക്കും. പറഞ്ഞല്ലോ, ഈ PV അൻവർ അപ്പുറത്ത് നിൽക്കുമ്പോഴല്ലേ 67,000 വോട്ട് ഞങ്ങൾ ജയിച്ചത്. മാറുമ്പോഴും അദ്ദേഹം ആരുടെ റിബലാണ്? CPM റിബലല്ലേ? LDF റിബലല്ലേ? അവിടെ PV അൻവർ വരുന്നു. 2016 ആരുടെ വോട്ടുകൾ CPM നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണാമല്ലോ. അപ്പൊ അങ്ങ് അൻവറിനെ പറ്റി അത്ര ആത്മവിശ്വാസം പറഞ്ഞല്ലോ. അൻവറിന്റെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം പോലും അൻവർ ഇത്തവണത്തെ വോട്ടായിട്ട് കിട്ടില്ല. അൻവറിന്റെ ഭൂരിപക്ഷം പോലും അൻവർ ഇത്തവണത്തെ വോട്ടായിട്ട് കിട്ടില്ല. പറഞ്ഞല്ലോ, അൻവർ പിണറായി സത്തിനെതിരായിട്ട് സംസാരിച്ചാൽ നമുക്ക് അതിനോട് ഐക്യപ്പെടലുണ്ട്. പക്ഷെ അതല്ല, അതിന്റെ സേഫ്റ്റി വാൽവായിട്ട് മാറാനാണെങ്കിൽ അതിനെയും ഞങ്ങൾ തോൽപ്പിക്കും. ഒരു ചർച്ചയും നടക്കുന്നില്ല. ഞാനത് കേട്ടില്ല. കേൾക്കാത്തൊരു കാര്യത്തിൽ ശരിയാണ്. ശ്രീ KC വേണുഗോപാൽ കാലനാണ്. അത് കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെയും സംസ്ഥാനത്തെ പിണറായി വിജയൻ സർക്കാരിന്റെയും കാലനായി ആ 2 സർക്കാരുകളെയും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി ജനങ്ങളെ അധികാരത്തിലെത്തിക്കുന്ന ആളായി ശ്രീ KC വേണുഗോപാൽ പറഞ്ഞു. അദ്ദേഹത്തിന് ഇപ്പൊ ഞങ്ങൾക്ക് ആർക്കും KC വേണുഗോപാലിനെ കാണുമ്പോൾ കാലനായി തോന്നുന്നില്ല. കാലൻ എന്ന് പറയുന്ന സങ്കല്പം എന്താണ്? ഇപ്പം ഒന്ന് കാലനിലൊക്കെ ശ്രീ മുഹമ്മദ് റിയാസ് വിശ്വസിച്ചു തുടങ്ങുന്നതിനകത്ത് സന്തോഷമുണ്ട്. കാലൻ എന്ന് പറയുന്ന വിശ്വാസ സങ്കല്പം എന്താണ്? ഇത് നമ്മളെ അവസാനിപ്പിക്കാൻ വരുന്ന ആളാണല്ലോ കാലൻ. ഞങ്ങൾക്ക് ശ്രീ KC വേണുഗോപാലിനെ കാണുമ്പോൾ നേതാവായിട്ടാണ് തോന്നുന്നത്. മുഹമ്മദ് റിയാസിന് കാലനായി തോന്നുന്നത് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മുന്നണിയും അവസാനിപ്പിച്ച് കേരളത്തിൽ ജനങ്ങളെ അധികാരത്തിലേക്ക് എത്തിക്കുവാൻ പോകുന്ന CPM സർക്കാരിന്റെ കാലനാണ് ശ്രീ KC വേണുഗോപാൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കണ്ടപ്പോൾ മുഹമ്മദ് റിയാസിന് കാലനായി തോന്നി. ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇതുവരെ? ഞങ്ങൾക്കാർക്കും ഇതുവരെ തോന്നിയിട്ടില്ല.